എമർജൻസി വണ്ടികളൊക്കെ കക്കാട് ഇരുവങ്ങാടി വഴിക്ക് പോകണമാണ് നല്ലതെന്നാണ് തോന്നുന്നത്. കക്കാട് നിന്ന് കൂരാട് ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്താണ് മണ്ണിടിഞ്ഞത്. 12:10 കൂടിയിട്ടാണ് ഈ റോഡ് മണ്ണിടിഞ്ഞത്. അത് തൊട്ട് പിന്നെ വലിയൊരു ടോറസ് ലോറിയും അതിന് തൊട്ട് പിന്നെ ഒരു വലിയൊരു ബസ്സും ഉണ്ടായിരുന്നു. ബസ്സിൽ നിറയെ ആളുകളുമായിട്ട് പോകുന്ന സമയത്താണ് സംഭവിച്ചത്. അത് കടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു അപകടം സംഭവിച്ചു. ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ മണ്ണിടിച്ചിലുണ്ട്. അതിൽ അധികൃതർ എത്രയും പെട്ടെന്ന് അതിന് പരിഹാരം കാണണമെന്നാണ് പറയാനുള്ളത്. ദേശീയപാതയിൽ മലപ്പുറം കക്കാട് മാളിയേക്കൽ പെട്രോൾ പമ്പിന് സമീപം റോഡ് ഇടിഞ്ഞു താഴ്ന്നു ഗതാഗതം തടസ്സപ്പെട്ടു. സർവീസ് റോഡിൽ നിന്നുള്ള ഭാഗമാണ് ഇടിഞ്ഞു വീണത്. മണ്ണിടിച്ചിലിനെ തുടർന്ന് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു. ദിവ്യ, തീർച്ചയായിട്ടും ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗത്താണ് ഇന്ന് ഏതാണ്ട് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ സർവീസ് റോഡ് ഇടിഞ്ഞു താഴ്ന്നത്. ഈ പ്രദേശത്ത് പ്രധാന റോഡ് താഴെയും സർവീസ് റോഡ് മുകളിലുമായിട്ടാണുള്ളത്. ഈ സർവീസ് റോഡിന്റെ ഒരു ഭാഗത്തു നിന്നാണ് റോഡ് അടക്കം താഴേക്ക് മണ്ണിടിഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആദ്യം ചെറിയ തരത്തിലുള്ള വിള്ളലാണ് ഈ റോഡിൽ ഉണ്ടായിരുന്നത്. ഈ സമയത്ത് നിരവധി വാഹനങ്ങൾ കടന്നു പോയിരുന്നു. നമുക്കറിയാം, തൃശൂർ കോഴിക്കോടേക്ക് പോകുന്ന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട പാതയാണ് ഇത്. ഇതിലൂടെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നു. ഈ ഒരു ബസ്സും ഒരു ലോറിയും കടന്നു പോയി തൊട്ടു പിറകെ ഈ സുരക്ഷാ ഭിത്തി അടക്കം താഴേക്ക് പതിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതോടെ നാട്ടുകാർ ഇടപെട്ട് ഉടൻ തന്നെ വാഹന ഗതാഗതം തടസ്സപ്പെടുത്തുകയും വാഹനം നിർത്തിവെക്കുകയും ആയിരുന്നു. തുടർന്ന് തിരുവനന്തപുരത്ത് നിന്നുള്ള പോലീസും നാട്ടുകാരും ചേർന്ന് വാഹനം ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ തിരൂരങ്ങാടി ചെമ്മാട് വഴി തിരിച്ചുവിടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആളുകൾ പറയുന്നത് സമാനമായ രീതിയിൽ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ ചേലേമ്പ്രയിൽ കാക്കഞ്ചേരി സമാനമായ രീതിയിൽ വലിയ തരത്തിൽ മണ്ണിടിഞ്ഞു വീഴുകയും ഇപ്പോഴും അവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇത്തരത്തിൽ വലിയ തരത്തിൽ ഉള്ള ഒരു ഭീഷണി പലയിടങ്ങളിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഈ നിർമ്മാണ കമ്പനിയുടെ നേതൃത്വത്തിലുള്ള JCB എല്ലാം ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്ന ഒരു പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇവിടെ കോഴിക്കോട് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ തിരൂരങ്ങാടി ചെമ്മാട് വഴി തിരിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ശരി. മലപ്പുറം കക്കാട് മാളിയേക്കൽ ഭാഗത്താണ് റോഡ് ഇടിഞ്ഞു താഴ്ന്ന് ഗതാഗതം തടസ്സപ്പെട്ടത്. ഇപ്പോൾ ഗതാഗതം പൂർണ്ണമായി സാധാരണ നിലയിലാക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുവരുന്നത്. ജംഷീർ കുടുങ്ങിയാണ് വിവരങ്ങൾ നൽകിയത്.